ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് 3rd August. ഇന്നലെ എനിക്ക് ഒട്ടും പുറത്തു പോകാൻ പറ്റിയില്ല, കാരണം ഇന്നലത്തെ ഹ്യൂമിഡിറ്റി ഇവിടെ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. ഇപ്പോഴും ഉണ്ട് ഹ്യൂമിഡിറ്റി, പക്ഷേ കുറച്ച് കുറവാണ്. അപ്പോൾ ഇന്നലത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വാക്കിങ്ങിനോ ഇതിനൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇന്നലെ ചെറിയൊരു നല്ല ന്യൂസ് കിട്ടി. എൻ്റെ ഒരു ക്ലയൻറ്റ് വിളിച്ചിരുന്നു. എൻ്റെ ക്ലയൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ആളുടെ പേയ്മെൻറ്റ് മൺഡേ ആകുമ്പോഴത്തേനും കിട്ടും. അപ്പോൾ ഒരു ട്യൂസ്ഡേ വെനസ്ഡേ ആകുമ്പോഴത്തേനും ആളെൻ്റെ പേയ്മെൻറ്റ് തന്നിട്ട് ക്ലിയർ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ഫൈനോ എല്ലാതും അടച്ചു കഴിഞ്ഞാൽ എൻ്റെ കേസിൻ്റെ ഇതൊക്കെ ക്ലിയർ ആക്കാം. അത്രയൊന്നുമില്ല, എന്നാലും ഇവിടെ 5,000 10,000 കേസ് തന്നെയാണ്. ഇവിടെ ചെക്ക് ബൗൺസ് കേസസ്, പിന്നെ റെൻ്റൽ കേസസ്. ഇപ്പോൾ അത് സിവിൽ കേസാക്കി. അത് കുറച്ചും കൂടിയും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാർക്ക് അറിഞ്ഞൂടാ. RDC കേസ്, റെൻ്റൽ ഡിസ്പ്യൂട്ട് സെൻറ്റർ, അവരത് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. റെൻ്റൽ കേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മറ്റേതെങ്കിലും ബാങ്കിൻ്റെ ചെക്ക് ബൗൺസ് കേസും അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കുറച്ച് നിങ്ങൾക്ക് സമയം കിട്ടും, പിന്നെ പേയ്മെൻറ്റ് ചെയ്യണത് കുറച്ച് കുറയ്ക്കാൻ പറ്റും. പക്ഷേ റെൻ്റൽ ഡിസ്പ്യൂട്ട് കേസ് പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ അവരത് 1 കൊല്ലത്തല്ല 2 കൊല്ലത്തെ റെൻറ്റ് വരെ അതാക്കും. എൻ്റെ കുറേ റെൻ്റൽ ഡിസ്പ്യൂട്ട് കേസസ് ഉണ്ടായിരുന്നു. ഒരു കേസ് എൻ്റെ ആക്ച്വലി എനിക്ക് അങ്ങനെ 14,000-15,000 കൊടുക്കാണ്ടായിരുന്നുള്ളൂ. അത് അവർ 95,000 വരെ ഈടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കൊല്ലത്തെ റെൻറ്റ് അവരെൻ്റെ ഫുള്ള് റെൻ്റ് എടുത്തു. അത് നമ്മൾ ചെന്ന് ഇവൻ കോർട്ടിൽ എന്ത് പറഞ്ഞാലും അവർ കേൾക്കാൻ പോകില്ല. ഒന്നാമത്തെ അറബിയിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിൽക്കൊക്കെ ഞാനിപ്പോൾ പോയിട്ട് രക്ഷപ്പെട്ടു വരുന്നത്. അപ്പോൾ ആ കേസിൻ്റെ ഒരു 10,000 ദിർഹം കൂടിയും ബാക്കിയുണ്ട്. 10,000 ആക്ച്വലി 20,000. പക്ഷേ ഞാൻ ലാസ്റ്റ് ഡിക്രീസ് ഫൈനാൻഷ്യൽ ക്ലെയിം എന്നും പറഞ്ഞിട്ട് ഇതിൽ വന്നിരുന്നു, കോർട്ടിൻ്റെ വക തന്നെ വന്നിരുന്നു. പക്ഷേ മെയിൻ ഓണർ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഭായി, ഞാൻ നിങ്ങൾക്ക് അങ്ങനെ 14,000 കണ്ട് തരാണ്ടായിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് 70,000-80,000 ഞാൻ തന്നു. 70,000 ഒരു 10 ഉറുപ്പ്യെങ്കിലും കുറയ്ക്കേ അറ്റ്ലീസ്റ്റ്. അവർ കേൾക്കണില്ല. പക്ഷേ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യണം, കെഞ്ചി പറയണം ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ ഞാൻ പെട്ടുപോകും ഫുള്ള്. അപ്പോൾ ഞാൻ പറഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റെൻ്റൽ ഡിസ്പ്യൂട്ടിൽ നിങ്ങൾ ദുബായിലുണ്ടെന്ന് വെച്ചാൽ, ഈ വീഡിയോ കാണുമെന്ന് വെച്ചാൽ റെൻ്റൽ ഡിസ്പ്യൂട്ടിൽ ഒരിക്കലും പെടരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഇത് റെൻ്റ് ഉണ്ടോ കൊടുക്കാനുള്ളത്, 1 മാസമോ 2 മാസമോ അത് കൊടുത്ത് തീർക്കുക. അവർ RDC റെൻ്റൽ ഡിസ്പ്യൂട്ടിൽ കേസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. ഭയങ്കര പ്രശ്നം തന്നെ ഇവിടെ അത്. അപ്പോൾ അത് ഒന്ന് സൂക്ഷിക്കുക. കാരണം ക്ലയൻസിന് ഒരു സപ്പോർട്ടും ഇല്ല, എല്ലാതും റിയൽ എസ്റ്റേറ്റ്കാർക്കേ സപ്പോർട്ടുള്ളൂ. ഞാൻ 2 പ്രാവശ്യം ഫേസ് ചെയ്ത ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും ഞാൻ അതിൻ്റെ പിന്നാലെയാണ് നടക്കുന്നത്, ആ കേസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് 3 കൊല്ലമായി. ദുബായിൽ ഒരിക്കലും നമ്മൾ റെൻറ്റിൻ്റെ കേസോ ചെക്ക് ബൗൺസ് കേസോ അതിലൊന്നും പെടാണ്ടിരിക്കുക. പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പിന്നെ നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഇപ്പോൾ പുതിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, പുതിയതല്ല, കുറേ നാളായി ഇത് തുടങ്ങിയിട്ട്, എന്നാലും ട്രാവൽ ബാൻ ഇട്ട് കഴിഞ്ഞാൽ യു കനോട്ട് എക്സിറ്റ് ദ കൺട്രി. ഇത് കണ്ടോ, ബുർജ് ഖലീഫ. ഇത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നു. പക്ഷേ പകുതി ആൾക്കാർ ഇവിടെ പെട്ടുപോകും. ദുബായ് അവരുടെ പ്രൊമോഷൻ ഭയങ്കരമായിട്ട് നല്ലോണം നടത്തുന്നുണ്ട്. അപ്പോൾ ടൂറിസം അല്ല, ബേസിക്കലി ടൂറിസം ഉണ്ട്, പ്ലസ് റിയൽ എസ്റ്റേറ്റിൻ്റെ സെയിലിന് വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ കുറേ ആൾക്കാർ പൈസ ഉള്ളവർ, ഇപ്പോൾ കൂടുതലും കുറേ മില്യനേഴ്സും കുറേ ആൾക്കാരും ദുബായിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണമുണ്ട്. കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് ബൂമായിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇവിടെ എക്കണോമിക് ബബിൾ ഭയങ്കരമായിട്ട് വരുന്നത്. ഇപ്പോൾ റെൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ 38% ഭയങ്കരമായിട്ട് 38% കൂടി. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേറൊരു രാജ്യത്ത് പോകണം, ആലോചിക്കാൻ നന്നായിട്ട്. കാരണം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. എൻ്റെ 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്, പണ്ടത്തെ മാതിരിയല്ല. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തെ വിസ അല്ലെങ്കിൽ 3 കൊല്ലത്തെ വിസ, അത് കഴിഞ്ഞാൽ പിന്നെയും റിന്യൂ ചെയ്യണം. അപ്പോൾ ഇവന്മാർ നമ്മളുടെ ഇത് നോക്കുന്നത് വിസ അനുസരിച്ചിട്ടാണ്. പിന്നെ ഇപ്പോൾ ഒരു പുതിയ സംഭവം തുടങ്ങിയിട്ട് ഒരു 10 കൊല്ലത്തെ വിസ. പക്ഷെ എന്നാലും നിങ്ങൾ ഇവിടുത്തെ സിറ്റിസനോ പാസ്പോർട്ടോ നിങ്ങൾക്കൊന്നും കിട്ടില്ല. എനിക്ക് 30 കൊല്ലമായിട്ട് ഐ എം സ്റ്റിൽ ഗോയിങ് ആസ് എ നോർമൽ ഇന്ത്യൻ സിറ്റിസൺ. എനിക്കിവിടെ അപ്ലൈ പോലും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ആ സെയിം സ്ഥലത്ത് നമ്മൾ UK US വെച്ചാൽ കാനഡയിലോ അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സിറ്റിസൺഷിപ്പ് കിട്ടും, സോഷ്യൽ സെക്യൂരിറ്റി നമുക്ക് കിട്ടും, ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ. ഇവിടെ അതൊന്നുമില്ല, നമ്മൾക്കൊന്നുമില്ല. സോ ഈ ഒരു തിങ്കിങ് വേണം.
നമ്മൾ പലരും പറയാം ഇന്ത്യയിൽ പൊളിറ്റിക്സും പൊളിറ്റീഷ്യൻസ് എല്ലാവരും നമ്മളെ ഊറ്റാണ് ഇതാണ് അതാണ്. പക്ഷേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലൈഫ് ഈസ് നോട്ട് അബൌട്ട് മോർ അബൌട്ട് മണി ഓർ എനിത്തിങ്. ഇറ്റ്സ് അബൌട്ട് ഫ്രീഡം. ഫ്രീഡം ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും പെട്ടുപോകും. പിന്നെ ആ മനസ്സിൽ നിങ്ങളുടെ ശരിയാവില്ല. സോ ദാറ്റ് ഈസ് ദി ഓൺലി തിങ് വിച്ച് ഐ എം മിസ്സിങ് റൈറ്റ് നോ, മൈ ഫ്രീഡം. അതെനിക്ക് ഈ കൺട്രിയിൽ വെച്ച് കിട്ടില്ല. അതെൻ്റെ ഇന്ത്യയിൽ മാത്രമേ എനിക്ക് കിട്ടൂ. അയ്യോ ഇന്ന് ഭയങ്കര ചൂട്, ഭയങ്കര ഉഷ്ണം. ആക്ച്വലി ഹ്യൂമിഡിറ്റിയാണ്, ചൂട് അങ്ങനെ ഇല്ല. ഭയങ്കര ഒരു ജാതി എന്താ സ്റ്റഫിനെസ് ഫീലിങ്. 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ക്ലൗഡി ആയിരുന്നു. ഇപ്പോഴും എന്താണ് പറയുക, ഈ ക്ലൗഡിനെസ് കാരണം ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതൽ. ഇന്നലെ 85% ഹ്യൂമിഡിറ്റി, ഇന്ന് 60-65. ശ്വസിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോയത്, ജോഗിങ്ങിനോ വാക്കിങ്ങിനോ ഞാൻ പോയില്ല. അപ്പോൾ ഈ വ്ളോഗിൽ കൂടെ ഞാൻ നിങ്ങളോട് ഇത്രയും മാത്രം പറയാനുള്ളൂ. ദുബായിലുള്ളവരും ദുബായിൽ വരാൻ പോണവരും, ദുബായ് മാത്രമല്ല UAE എവിടെയാലും അവരുടെ ലോ ഭയങ്കര സ്ട്രിക്റ്റാണ്. നമ്മളതനുസരിച്ചിട്ട് നമ്മൾ ഫൈനാൻസിൻ്റെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകരുത്, അത്രേ ഉള്ളൂ. പക്ഷെ അതല്ലാണ്ട് അവർ ഇടയ്ക്ക് പല വിട്ടുവീഴ്ചകളും തരാറുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ ന്യൂസിൽ റെസിഡൻസ് വിസ എക്സ്പയർ ആയവർക്ക് സെപ്റ്റംബർ ഓഗസ്റ്റ് 1 തീയതി അനൗൺസ് ചെയ്തത്. പക്ഷേ സെപ്റ്റംബർ മുതൽ 2 മാസത്തെ അവർ ഇത് തന്നിട്ടുണ്ട്. എന്താണ് എന്താ പറയുക, 2 മാസത്തെ ഒരു ഇട തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒന്നുകിൽ അത് നിങ്ങളുടെ വിസ ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് രാജ്യം വിട്ട് പോകണം. അപ്പോൾ ഒരു ഫൈനൊന്നും കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് അങ്ങനെ പിന്നെ ഫൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നാളെ സൺഡേ, മൺഡേ ഒരു PR-നെ ഞാൻ അറിയും. അപ്പോൾ ആളെ വിളിച്ചിട്ട് ചോദിക്കണം എന്താണ് സിറ്റുവേഷൻ, അതനുസരിച്ചിട്ട്. അപ്പോൾ ഈ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കുറച്ച് പൈസ ലാഭിക്കാം അറ്റ്ലീസ്റ്റ്, യുനോ. അപ്പോൾ നാട്ടിൽ നിന്ന് കഴിഞ്ഞാലും ഐ ക്യാൻ അറ്റ്ലീസ്റ്റ് സേവ് ദാറ്റ് മണി ആൻഡ് ഡൂ സംതിങ് വിത്ത് ദാറ്റ് മണി. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 7 കൊല്ലമായി ഞാനിവിടെ തിരിച്ചു വന്നിട്ട്. 7 കൊല്ലം മുമ്പ് ഞാൻ പോയതായിരുന്നു എല്ലാം വിട്ടിട്ട്. പിന്നെ 7 കൊല്ലം ഇപ്പോൾ തിരിച്ചു വന്നിട്ട്. അപ്പോൾ ഈ 7 കൊല്ലം എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല. പാൻഡമിക് വന്നു, പെട്ടു. അതുവരെ എല്ലാതും ഓക്കെ ആയിരുന്നു. പക്ഷേ പാൻഡമിക് വന്ന് പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും പോകാൻ പറ്റിയിട്ടില്ല. നൗ ദിസ് ഈസ് മൈ 7th ഇയർ ആക്ച്വലി. അപ്പോൾ ഇനി പറ്റില്ല. ഇപ്പോൾ 7 കൊല്ലമായിട്ട് ഞാൻ ആക്ച്വലി എവിടെയും പോയിട്ടില്ല, ഈ രാജ്യത്ത് മാത്രം, ഈ കൺട്രിയിൽ മാത്രം. എന്നുവെച്ചാൽ നമ്മൾ വെക്കേഷനോ ഒന്നിനോ എൻ്റെ ഫാമിലിനോ ആരെയോ കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടുമില്ല. നമ്മൾ ദുബായിൻ്റെ ഉള്ളിൽ മാത്രം. കാരണം ഇവിടെ ഒരു എമിറേറ്റ്സ് ഐഡി ഉണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ആക്കും, ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും റെന്യൂ ചെയ്യണമെന്ന് വെച്ചാൽ അത് റെന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം എങ്ങനെയോ ജീവിച്ചു പോയി ഈ 3 കൊല്ലം. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻ, പക്ഷേ ഇറ്റ് ഹാപ്പൻ. അപ്പോൾ ഇപ്പോൾ എല്ലാതും എൻ്റെ ഇപ്പോൾ ലൈസൻസ്, കാറിൻ്റെ വണ്ടിയുടെ ലൈസൻസും മിനിയാന്ന് അതും എക്സ്പയറായി. ഇപ്പോൾ രജിസ്ട്രേഷൻ എക്സ്പയർ ആയിട്ട് 1 കൊല്ലം. അന്നോട് ഞാൻ ഓടിച്ചു കുറച്ച് ഫൈനൊക്കെ കിട്ടി. അതടയ്ക്കണം, പിന്നെ വണ്ടി വിൽക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരു വേറെ രാജ്യത്താകുമ്പോൾ അവരുടെ രീതി അനുസരിച്ചിട്ട് പോയില്ലെങ്കിൽ പിന്നെ നമ്മൾക്കത് ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ പലരും വിചാരിക്കണം ഞാൻ ആക്ച്വലി ഒരു കുറ്റം പറയാണ്. അതല്ല കുറ്റമൊന്നുമല്ല. എന്നുവെച്ചാൽ ദ കൺട്രി ഈസ് ഗുഡ്. എല്ലാ രാജ്യവും അവരുടെ റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അപ്പോൾ നമ്മളുടെ തെറ്റാണ് കൂടുതലും, നമ്മളുടെ ഡിസിഷനാണ് നമ്മളുടെ തെറ്റ്. ഇപ്പോൾ എൻ്റെ ഡിസിഷനായിരുന്നു തിരിച്ചിവിടെ വരരുതായിരുന്നു, പക്ഷേ എൻ്റെ ഡിസിഷനായിരുന്നു. അപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് അത്. ഞാനിപ്പോൾ ദുബായിനെയോ അല്ലെങ്കിൽ UAE-നെയോ അല്ലെങ്കിൽ UK-നെയോ US-നെയോ അവരെ ബ്ലെയിം ചെയ്യണമല്ല. അവർ പറഞ്ഞിട്ടില്ല നിങ്ങളോട് ഇവിടെ വരാം. ഞങ്ങൾ നമ്മളുടെ സ്വന്തം ഇഷ്ടം കൊണ്ട് വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് യു കുഡിൻറ്റ് അച്ചീവ് വാട്ട് യു വാണ്ടഡ് ടു, അത് നിങ്ങളുടെ ലുക്കൗട്ടാണ്, അവരുടെ ലുക്കൗട്ടല്ല. അവരുടെ രീതിയും ഇതനുസരിച്ചിട്ട് പോകണമെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ. അപ്പം നമ്മളുടെ നിമിത്തം നമ്മുടെ സമയം ശരിയല്ല, അതുമാത്രം വിചാരിക്കുക. പക്ഷെ അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നും പറഞ്ഞാൽ നമ്മൾ ഗിവപ്പ് ചെയ്യരുത്. അപ്പോൾ ഞാൻ ഗിവപ്പ് ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷേ എൻ്റെ വൈഫ് ഒരിക്കലും ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു ദുബായ് വിട്ട് പോകണം എന്ന് പറഞ്ഞാൽ. ഷീ ഓൾവേസ് ലൈക്ക് ദുബായ്, സേഫ് കൺട്രിയാണ്. മറ്റാണ് ഫോർ ഫീമെയിൽസ്, ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ, ഇറ്റ്സ് എ വെരി ഗുഡ് കൺട്രി. പക്ഷേ ഐ കുഡിൻ ബെയർ ദി എക്സ്പെൻസസ്. എൻ്റെ ബിസിനസ് വരണ്ടായിരുന്നില്ല, പണ്ടത്തെ ഉണ്ടായിരുന്ന ബിസിനസ് മാതിരി വരണ്ടായിരുന്നില്ല. ഐ കുഡിൻ ബെയർ ദി എക്സ്പെൻസസ്. അതുകൊണ്ട് പെട്ടുപോയി. ട്രൈ ചെയ്ത് ഓക്കെ നാളെ ശരിയാവും പറഞ്ഞ് ഭയങ്കരമായിട്ട് കടങ്ങൾ കൂടി. കടങ്ങൾ എന്ന് പറഞ്ഞാൽ ആൾക്കാരിൽ നിന്ന് മേടിച്ച കടമല്ല, കൂടുതലെന്ന് പറഞ്ഞാൽ ഈ റെൻ്റൽ കേസിൻ്റെയും ഇതിനെ പിന്നെ അത് ക്ലിയർ ആക്കാൻ കുറച്ച് ആൾക്കാരിൽ അവിടെ നിന്ന് ഫ്രണ്ട്സിൽ നിന്നും ഫാമിലിയിൽ നിന്നും മേടിച്ച് അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അതും പെട്ടുപോയി.
അപ്പോൾ നമ്മളുടെ മിസ്റ്റേക്കാണ്. ഒരിക്കലും ഞാൻ ഒരു രാജ്യത്തിനോ അവരെയോ കുറ്റം പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കഴിവുണ്ടോ എന്നാൽ മാത്രം വരാം, അല്ലെങ്കിൽ വരരുത്. സോ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ആകെ ടയർഡായി, ഭയങ്കരമായിട്ട് വേർത്തു. ചെന്ന് കുളിക്കണം, ചായ കുടിക്കണം, പിന്നെ അത് എഡിറ്റ് ചെയ്യണം, പിന്നെ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യേണ്ട വ്ളോഗ്സ് ഇടാൻ വേണ്ടിയിട്ട് കൂടുതലും, കാരണം ഇതും ഒരു സോഴ്സ് ഓഫ് ഇൻകമാണ്. എൻ്റെ മറ്റേ ചാനലിന് കുറച്ച് ഇൻകം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ഹിന്ദി ചാനലുണ്ട്, DJ Neo എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കിട്ടുന്നുണ്ട്, അതിന് സർവൈവ് ചെയ്യാൻ പറ്റും. പ്ലസ് മലയാളം ചാനൽ ഒരെണ്ണം തുടങ്ങി. ഇതൊരു വർക്ക് മാതിരിയാണ് നമ്മൾക്ക്. മറ്റേ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു വർക്ക് മാതിരിയാണ്. നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ആക്ച്വലി സിറ്റ് അറ്റ് ഹോം, ബി വിത്ത് അവർ ഫാമിലി ആൻഡ് വർക്ക് ആസ് വെൽ. ഇനി എൻ്റെ നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ 50 വയസ്സായി എനിക്ക്. ഇതുവരെ ഞാൻ എവിടെയും കറങ്ങിയിട്ടില്ല. ഞാൻ ഇനി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഐ വോണ്ട് ടു ഡു ട്രാവൽ വ്ളോഗ്സ് മോർ ആൻഡ് ഐ വോണ്ട് ടു സീ പ്ലേസസ് ആൻഡ് ഐ വോണ്ട് ടേക്ക് മൈ ഫാമിലി ഓൾസോ ഔട്ട്. അവരെയും കാണിക്കണം. കാരണം ഇതുവരെ നമ്മൾ ഫാമിലി ആയിട്ട് എവിടെയും പോയിട്ടുമില്ല. ഇവിടെ തന്നെ എപ്പോഴും ജോലി ജോലി ജോലി, പൈസ 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 ഉണ്ടാക്കണം എന്നുള്ള ഇതിൽ പെട്ടുപോയി. ദർ ആർ സം തിങ്സ് നോൺ ആസ് ഹാപ്പിനെസ് വിച്ച് വി ഹാവ് ടു ഷെയർ ആസ് ഫാമിലി ടുഗെദർ. അത് ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ അത് ഇനിയും ചെയ്യണം. അപ്പോൾ കുറച്ച് ഡ്രീംസ് ഉണ്ട്, അതൊക്കെ തീർക്കണം. ഇറ്റ്സ് നോട്ട് ഓൾ എവറിത്തിങ് അബൌട്ട് മണി. ഇറ്റ്സ് അബൌട്ട് ലിവിങ് യുവർ ഡ്രീംസ്, ലിവിങ് യുവർ ലൈഫ്, ഹൗ ലോങ് യു ലിവ്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം ട്രൈങ് ടു ഡു. സോ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഐ വിൽ റാപ്പ് അപ്പ് റൈറ്റ് നൗ. എൻ്റെ ഹിന്ദി ചാനൽ ഞാൻ പറയിട്ടില്ല. ഞാൻ ഇപ്പോൾ 2 ചാനൽ ചെയ്യണോണ്ട് ഹിന്ദിയിൽ ഞാൻ പറയും മിൽത്തെ ചോട്ടിച്ച് ബ്രേക്ക് ചെയ്യാൻ ഭാഗത്ത്. മലയാളത്തിൽ എൻ്റെ എൻഡിങ് എങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഐ ആം എ ബിറ്റ് ദിസ് തിങ് ഓൺ മലയാളം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വേർഡ്സ് കിട്ടാറില്ല. അപ്പോൾ ക്ഷമിക്കുക. ഇങ്ങനെ സംസാരിച്ച് ഐ വിൽ ബി മോർ ആക്റ്റീവ് ഓൺ ദിസ്. കുറച്ചും കൂടി പ്രാക്ടീസ് കിട്ടും. സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ഷെയർ. അപ്പോൾ എനിവേസ്, മിൽത്തെ ചോട്ടിച്ച് ബ്രേക്ക് ചെയ്യാൻ കാണാം. ഓക്കെ, ബൈ.